ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. ബ്രിയോഷെ ബ്രെഡാണിന്ന് കാണിക്കുന്നത്. ബ്രിയോഷ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ബ്രിയോഷ് എന്നാണ്. ബ്രിയോർ എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നത്. ഫ്രഞ്ച് ഡിഷാണ് കേട്ടത്. വേൾഡ് ഫേമസ് ആണ് ബ്രിയോഷ് ബ്രെഡ് എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡാണ്. സാധാരണ ബ്രെഡിനെക്കാട്ടിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ചെറിയൊരു മധുരത്തോട് കൂടിയുള്ള ഒരു ബ്രെഡാണ്. അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ്നെസ്സും ആയിരിക്കും കേട്ടോ. ഹൈ പ്രോട്ടീൻ ബ്രെഡാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചും കൂടി ആക്കിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ദാ ഈ ഒരു ബ്രിയോഷ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് എടുക്കുന്നത് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ചൂടുള്ളതോ അല്ലെങ്കിൽ തണുത്തതോ അല്ല. 2 കപ്പ് പാലിലാണ് ഞാൻ ചെയ്യണത്. അതിലേക്കൊരു 1/3 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, ഒരു പഞ്ചസാര. പിന്നെ വേണ്ടത് 1/3 കപ്പ് തന്നെ പാൽപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒരു 2 ടീസ്പൂണാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഇടണേ, പുതിയ ഡേറ്റ് ഉള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അലിഞ്ഞോട്ടെ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 വലിയ സൈസുള്ള മുട്ടയാണ്. ചെറുതാണെങ്കിൽ 4 എണ്ണം വേണം. ഞാനിപ്പം വലിയ സൈസ് ആയതുകൊണ്ട് 3 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ തന്നെ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സാധാരണ ബ്രെഡ് പോലല്ല, ഇതിനൊരു 2 മണിക്കൂർ നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചിട്ട് 2 മണിക്കൂർ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യണം. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പൊടി കുഴച്ചതിന് ശേഷമാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതങ്ങനല്ല, ഇതിനെ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂർ കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ദാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ളതാണിത് കണ്ടോ. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറും അത്. അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉണ്ടാവുക കേട്ടോ. ഇത്രയും നേരം വെക്കണേ, എന്നാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ സൂപ്പർ മാർക്കറ്റിൽ, പുറത്തുള്ള സൂപ്പർ മാർക്കറ്റ്, നാട്ടിൽ കിട്ടുമോയെന്ന് അറിയില്ല, അവിടെയൊക്കെ കിട്ടുന്ന ഒരു ബ്രെഡാണിത്. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ മൊത്തം 5 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അതിൽ ആദ്യം 3 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 കപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു മൈദപ്പൊടി ചേർക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും. ഞാനിപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 3 കപ്പ് പൊടി ആയതുകൊണ്ട് നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കട്ടല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളൊരു ഒരു മാവ്, ഒരു എന്താ പറയുക, പൊരിക്കാനുള്ള ബജ്ജിൻ്റെ ഒക്കെ ഒരു കൂട്ട് പോലെയാണ് ഉണ്ടാവുക. അതുപോലെ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ കട്ടല്ലാണ്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിനി ബാക്കി പൊടി ചേർക്കാവൂ കേട്ടോ. ആദ്യം തന്നെ ഒറ്റയടിക്ക് നിങ്ങൾ 5 കപ്പ് പൊടി ഒന്നിച്ചങ്ങിടരുത്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ 1 കപ്പിനൊക്കെയാണ് പാലെടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പൊടിയും കുറച്ച് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 കപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർക്കുക. അപ്പോൾ അത് കൂടെ ചേർത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. മെൽറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള അളവാണ് കേട്ടോ പറയുന്നത്. മെൽറ്റ് ചെയ്തിട്ടൊന്നും ചേർക്കരുത്. റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചൂടാക്കാൻ പാടില്ല. എന്നിട്ട് ഇതാ 1/2 കപ്പ് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലാണ് ബട്ടറൊക്കെ വേണ്ടി കേട്ടോ. ബട്ടറും മുട്ട അതൊക്കെ കുറച്ച് കൂടുതൽ വേണം, പാല് കൂടുതൽ വേണം. അതാണ് ഈ ഒരു ബ്രിയോഷ് ബ്രെഡിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് പ്രോട്ടീൻ കൂടുതലാവുന്നത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെഷീനിലാണ് കുഴച്ചെടുക്കുന്നത്. കൈ കൊണ്ടായാലും കുഴപ്പമില്ല. നല്ല ലൂസായിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാവുക കേട്ടോ. എന്നാലും ഇത് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നമ്മളെ കയ്യിലൊട്ടാത്ത പാകത്തിൽ ആക്കിയെടുക്കണം. ഭയങ്കര ലൂസായിരിക്കും, എന്നാലും ഇത് കുഴച്ച് നമ്മൾ സോഫ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിലൊട്ടൂല. അപ്പോൾ അതാ ഒരു 20 മിനിറ്റാണ് ഞാനിതിവിടെ കുഴച്ചെടുത്തത്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ല, ഞാൻ അങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ വീണ് പോണത്. അപ്പോൾ ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ കുഴച്ചിട്ട് ഇതിനെ നമ്മൾ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നമ്മളെ ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അത്രയും നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അടിഭാഗമൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ കാണുമല്ലോ എത്രത്തോളം ലൂസാണ് ഈ ഒരു മാവ് എന്നുള്ളത്. എന്നാലും നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഇനി ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ആ ഒരു പാകത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. അത്രയും നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കണം. ഇനിയിപ്പോൾ ഞാനിത് കൈ കൊണ്ട് എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ദാ നമ്മളിങ്ങനെ കുറേശ്ശെ എടുക്കുന്ന സമയത്ത് കണ്ടില്ലോ, ഭയങ്കര ലൂസായിട്ട് പൊന്തി വരുന്നത്. അപ്പോൾ പക്ഷേ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എന്നാൽ കയ്യിൽ സ്റ്റിക്കി ആവുകയൊന്നുമില്ല. അതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പുറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒന്ന് കവർ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ട് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്നത് അരമണിക്കൂർ മതി കേട്ടോ. അത്രയും മതി. അപ്പോഴത്തേക്കന്നെ അത് നന്നായിട്ട് പൊന്തി വരും. ഡബിൾ സൈസ് ആകുന്ന വരെ ഇത് വെക്കുക, അരമണിക്കൂർ. ഇപ്പോൾ അത് അരമണിക്കൂർ വെച്ച നമ്മൾ മാവാണിത്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് തന്നെ മാവ് നന്നായിട്ട് പൊന്തിയിട്ട് വരും.
നമ്മൾ സാധാരണ മറ്റുള്ള ബ്രെഡിൻ്റെ ആ ഒരു ഇതേ അല്ല കേട്ടോ, പ്രൊസീജിയറേ അല്ല. ആദ്യം നമ്മൾ 2 മണിക്കൂർ അതിനെ ഒന്ന് പുളിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാവിട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത്. ആ സമയത്ത് അങ്ങനെ പുളിപ്പിക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ബ്രിയോഷ് ബ്രെഡിൻ്റെ പ്രൊസീജിയർ വേറെയാണെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ലൂസാണ്, ഇതിപ്പോൾ കണ്ടില്ലേ. പക്ഷേ എന്നാലും നമുക്ക് കൈ കൊണ്ട് കുഴക്കാനോ ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിനെ ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതിനൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള മാവാണോ വേണ്ടിയത് അല്ലെങ്കിൽ ബ്രെഡാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റാണ് ഈ ഒരു മാവ്, ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ഇതിനൊരു 3 പീസായിട്ടാണ് മുറിക്കുന്നത് കേട്ടോ, വലിയ 3 പീസായിട്ട്. എന്നിട്ട് അതിനെ ഓരോന്നിനെ എടുത്തിട്ട് നമുക്ക് മാറ്റി ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുകയും വേണം. അപ്പോൾ ഇതാ വലിയ 3 ഉരുളായിട്ടാണ് ഞാനിപ്പോൾ മുറിച്ചെടുത്തത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടിയില്ല. 1 കപ്പ് പാലിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതാ നന്നായിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടാനൊക്കെ സുഖമാണ് കേട്ടോ. അതിങ്ങനെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ശരിക്കും ഇതൊരു ക്ലേ വെച്ച് കളിക്കുന്ന പോലാണ് ഉണ്ടാവുക കേട്ടോ. നമ്മളൊരു മണ്ണ് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന അതുപോലാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. പരത്താന്ന് പറഞ്ഞാൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തുക. ഒരുപാട് പൊടി ഇടാൻ പാടില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്താൽ മതി. ആ ഒരു പൊടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോയി പോകും. ഒരുപാടിട്ട് അമർത്താനും ഒന്നും പാടില്ല. കോയിൽ വെച്ചിട്ട് തൊടുന്ന സമയത്ത് തന്നെ പരന്ന് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈസിയാണ്, ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ മുറിച്ചെടുക്കാനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ അതാ വലുതാക്കിയിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് തടി കുറച്ചിട്ടല്ല, ഈ ഒരു തടിയിൽ കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ അതാ നമ്മൾ ഒരേപോലെ എല്ലാ അറ്റത്തേക്കും ഇങ്ങനെ പൊടി ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ. ഒരേപോലെ ഇങ്ങനെ ലൈനായിട്ട് വരണം, അല്ലാണ്ട് കുറഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 4ആയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കിയിട്ടുണ്ട്. ഇതിനെ ഇനി രണ്ടും കൂടെ ഒന്നിച്ച് ഒന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കണം, ഒരേപോലെ ആക്കിയിട്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇതിനെതാ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം വേണമെങ്കിൽ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ അത് ഒട്ടിപ്പോവും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് അമർത്തൊന്നും വേണ്ട, ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിനെ ഇനി ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ മുറിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 4 എണ്ണാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊന്ന് അളവ് എടുക്കുക കേട്ടോ, എത്ര എണ്ണമായിട്ട് കിട്ടും എന്നുള്ളത് അളവെടുത്തതിന് ശേഷം ഇതിനൊരു മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് 3ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ 3 എടുക്കുക, അല്ല 4ആയിട്ടാണെങ്കിൽ 4. ഞാനൊരു ഇത്തിരി വലുപ്പത്തിലുള്ള ബ്രെഡായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വലുപ്പത്തിലുള്ള ഒരു ഇത്തിരി വലുപ്പത്തിലുള്ള ബ്രെഡായിട്ടാണ്, ഓരോന്നും കുറച്ച് വലുപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് 4 എണ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നും എടുക്കുക കേട്ടോ. ഇനി ഓരോന്നും എടുത്തിട്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ലേശം ഒന്നും കൂടെ ഒന്ന് പൊടിയിട്ട് കൊടുക്കുക, ചെറുതായിട്ട് കേട്ടോ, ചെറുതായിട്ട് പൊടിയിട്ട് കൊടുത്തിട്ട് ഇതിനെ ആദ്യം ഒന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷമാണ് ബാക്കി സെൻറ്റർ പരത്തിയെടുക്കേണ്ടത്. അതാ നീളത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ മാത്രം അതിൻ്റെ അറ്റത്തേക്ക് വരണ്ട, സെൻറ്റർ മാത്രം ഒന്ന് പരത്തി കൊടുക്കുക. അറ്റം കുറച്ച് തടിയിലുണ്ടോട്ടോ, നിന്നോട്ടോ കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിനെ പല ഷേപ്പിലും ബ്രിയോഷ ബ്രെഡ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് സാൻഡ്വിച്ചിൻ്റെ സൈസിലേക്കുള്ള ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാനിങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞാലാണ് ഇത് ഒന്നും കൂടെ ഒന്ന് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, മൊത്തത്തിൽ ഇതൊന്ന് ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പാലാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പാലോ അല്ലെങ്കിൽ മുട്ടൻ്റെ മഞ്ഞല്ലേ, മുട്ട മഞ്ഞ, അത് വേണമെങ്കിൽ അത് തേച്ച് കൊടുത്താലും നല്ല തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ പാലാണ് ചെയ്യുന്നത് കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ആ മേലെ ഉള്ള ഭാഗം ഒന്നൊരു ഗോൾഡൻ കളറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പാലോ അല്ലെങ്കിൽ മുട്ടൻ്റെ മഞ്ഞ, ക്രീമോ എന്ത് വേണമെങ്കിൽ തേച്ച് കൊടുക്കുക. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനൊരു 25 മിനിറ്റാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളെ ബേക്ക് ചെയ്ത ബ്രിയോഷ് ബ്രെഡ് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ഇതിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ ടേസ്റ്റ്, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെ. ഇനിയിപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കുറച്ച് ബട്ടർ ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ബട്ടർ പരട്ടി കൊടുക്കുക. എന്നിട്ട് ചൂടോടുകൂടി ഇത് അടർത്തി എടുക്കരുത്. ഇത് ചൂട് ആറുന്ന വരെ, ഫുള്ളായിട്ട് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ബട്ടർ തേച്ച് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് ഓരോ ബ്രെഡായിട്ട് അടർത്തിയെടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു 15 മിനിറ്റ് കഴിയട്ടെ.
ഇപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ആ പുരട്ടി കൊടുത്ത ബട്ടറൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബ്രെഡ് ഉണ്ടാവുക. ഭയങ്കര ടെക്സ്ചറൊക്കെ വ്യത്യാസമാണ്. സാധാരണ ഒരു ബ്രെഡിൻ്റെ ഒരു ടെക്സ്ചറേ അല്ല. വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ. അത് ബ്രിയോഷ് ബ്രെഡ് എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഭയങ്കര പൈസയാണ് കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിൽ സാധാരണ ബ്രെഡിൻ്റെ പൈസ കൊടുത്താൽ ബ്രിയോഷ് ബ്രെഡ് കിട്ടൂല. ബ്രിയോഷ് ബ്രെഡിന് നല്ല എക്സ്ട്രാ അല്ല അതിനെക്കാട്ടിലും കൂടുതൽ കൊടുക്കണം. എന്നാലാണ് ബ്രിയോഷ് ബ്രെഡ് കിട്ടുള്ളൂ. ഭയങ്കര പൈസയാണ് ഈ ഒരു ബ്രെഡിന്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എത്ര അടിപൊളിയായിട്ടാണ് ഉള്ളതെന്നുള്ള. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുളക് പൊടി എല്ലാ അളവും ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് ലൂസായിട്ടാണ് വേണ്ടത്. നമ്മളിതിലേക്ക് ചിക്കൻ എടുക്കാനുള്ളതാണ്. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ഇത് ചിക്കൻ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പൊരിച്ചിട്ടും എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് നല്ല ലൂസായിട്ട് ഈ ഒരു മസാല ഞാൻ നന്നായിട്ട് പറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓവനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിന്നോട് കൂടിയാണ് എടുത്തത് കേട്ടോ. ഓവനിൽ ചെയ്യുന്ന സമയത്ത് സ്കിൻ ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും ചിക്കൻ. അതുകൊണ്ടാണ് നമ്മൾ ആ സ്കിന്നോട് കൂടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ കിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് സ്കിന്നില്ലാണ്ട് ചെറിയ ചെറിയ സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പോലെ ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഈ ഒരു സെയിം മസാല തേച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് നിങ്ങൾക്ക് എണ്ണയിൽ പൊരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓവനിൽ ബേക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ, മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിന് ശേഷം അതാ ഞാനിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടത്. ഓവനിൽ ഞാനിതിവിടെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 1 മണിക്കൂറാണ് എൻ്റെ ഓവനിൽ സമയം കേട്ടോ. ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുത്താലും മതി. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചാൽ മതി. ഇതിപ്പോൾ ഓവനിലായതുകൊണ്ടാണ് ഇത്രയും വലിയ പീസായിട്ട്. 1 കിലോ ആണ് ഞാനിവിടെ ചിക്കൻ എടുത്തത് കേട്ടോ. 1 കിലോൻ്റെ ഫുൾ ചിക്കനാണ് എടുത്തത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ 250 ഡിഗ്രിയിലാണ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഓവൻ്റെ ടെമ്പറേച്ചറും സമയമൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. 1 മണിക്കൂറാണ് എൻ്റെ ഓവനിൽ ഇത് വെന്ത് വരാൻ വേണ്ടി എടുക്കുക. ഇപ്പോൾ ദാ 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പം നന്നായിട്ട് ഒരു പകുതി ആയതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കന്. 2 ഭാഗവും നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ 2 ഭാഗവും ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് വേവണം കേട്ടോ. എന്ത് സാധനമാണെങ്കിലും ചിക്കൻ നന്നായിട്ട് വേവണം. ഇനി ഇതിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലൊക്കെ പോക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. അതപ്പോഴാണ് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഈസി ആകുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ ബോണൊക്കെ മാറ്റിയതിന് ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സോസാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 3/4 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ റെഡിമെയ്ഡ് മയോണൈസാണ് എടുത്തത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിലും എടുക്കുക. പിന്നെ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇടുന്നത് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി, അതുകൊണ്ടാണ് ഒന്നുകൂടെ കാണിച്ചത്. പിന്നെ ഹോട്ട് ചില്ലി സോസ് ഉണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ എരിവിന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ബാർബിക്യൂ സോസാണ്, അതൊക്കെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കട്ടെ, അതെങ്കിലും ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വേണ്ടത് ഹണിയാണ് കേട്ടോ. തേന് 1 ടേബിൾ സ്പൂണോളം ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കോക്ടെയിൽ സോസാണ്. പിന്നെ വേണ്ടിയ ചെറുനാരങ്ങ നീരാണ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും നല്ല തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വിസ്കോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി നല്ല ഫ്ലഫി ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ആ ഒരു ബ്രെഡിൽ പുരട്ടാനുള്ള സോസാണിത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മളെ ബ്രെഡ് എടുക്കുക കേട്ടോ. ബ്രെഡ് എടുക്കുമ്പോൾ ഇത് മുറിച്ചെടുക്കാനൊക്കെ നല്ല ഈസിയാണ്. നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്കിത് തുറന്നെടുക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരു അത്രയും സോഫ്റ്റ്നെസ്സാണ് ഈ ഒരു ബ്രെഡിന് ഉണ്ടാവുക. ടേസ്റ്റും ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു മധുരമാണ് ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടില്ല എത്രത്തോളം ഒരു സോഫ്റ്റാണ് ഈ ഒരു ബ്രെഡ് എന്നുള്ളത്. സാധാരണ ബ്രെഡിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ. ഒന്നും കൂടെ പറയാനത് കഴിക്കാത്ത ആൾക്കാരോടാണ് പറയുന്നത്. കഴിക്കുന്നവരിപ്പം വിചാരിക്കുന്നുണ്ടാവും എന്തിനാ അത്രത്തോളം വിശദീകരിക്കുന്നത് എന്നുള്ളത്. കഴിക്കാത്ത ആളോടാണ് പറയുന്നത്. വേറെ തന്നെ ഒരു ടെക്സ്ചറാണ് ഈ ഒരു ബ്രെഡിന്. ഇനിയിപ്പോൾ ഞാൻ 2 ഭാഗത്തും ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ചേർക്കണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് 2 ഭാഗത്തും പരട്ടി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ഞാനിവിടെ എടുത്തതെന്ന് പറയുന്നത് ലെറ്റ്യൂസാണ്, ഐസ്ബർഗ് ലെറ്റ്യൂസാണ് എടുത്തത്. അതിവിടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ലെറ്റ്യൂസ് നല്ലോണം വെച്ച് കൊടുക്കുക. വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ വെച്ചാലും നല്ല തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഇവിടെ തക്കാളിയാണ്. അതും ഞാൻ നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു പ്ലം ടൊമാറ്റോ ആണ് എടുത്തത്. അപ്പോൾ തക്കാളിയും വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചേർക്കണമൊക്കെ ചേർക്കട്ടോ. ക്യൂക്കുംബർ, അതുപോലെ തന്നെ ഒനിയൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് രണ്ടും മാത്രമാണ് ചേർക്കുന്നത്. കുക്കുമ്പർ ചേർക്കുന്ന സമയത്ത് ഒരു വെള്ളം പോലെ ആവും, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ആ ഒരു സാലഡിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്ത പെപ്പറും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്.
കാരണം ഈ ചിക്കൻ ഇതിൻ്റെ മേലാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വെജിറ്റബിൾസിൽ ടേസ്റ്റ് ഇല്ലാണ്ടായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് നന്നായിട്ട് വെച്ച് കൊടുക്കുക. നല്ല ഹെവി സാൻഡ്വിച്ചാണ് ഇട്ടത്. ഇത് ഒരെണ്ണം മതിയാവും ഒരാൾക്ക് വയറ് നിറയാൻ കേട്ടോ. അത്രയും ഹെവി സാൻഡ്വിച്ചാണിത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ കലോറിയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരുപാട് കലോറി കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ ഹൈ പ്രോട്ടീനാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ മതിയാവും. ഒന്ന് തിന്നുന്ന സമയത്ത് തന്നെ നമുക്ക് വയറ് നിറയും. ബ്രിയോഷ ബ്രെഡ് പല ടൈപ്പിൽ ചെറിയ ചെറിയ ബന്ന് പോലത്തെ ഷേപ്പിലും പല പല ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലുതാക്കിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അതാ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനെപ്പോഴും പറയുന്നതാണ് എൻ്റെ മക്കൾക്ക് ഇങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കേട്ടോ. ഭയങ്കര അടിപിടിയായിട്ട് തിന്നോളൂ ഇങ്ങനത്തെ സാധനങ്ങളാകുമ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.